അവിടെ നാം കാണുന്നുണ്ടല്ലോ ഒരു എച്ച്. ആ ഒരു പേരിന്റെ ഒരു വാക്കിന്റെയും ആദ്യം നാം എച്ച് കാണുന്നില്ല. വളരെ സമർത്ഥമായി തന്നെ എച്ച് ഹിന്ദുത്വയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ദ്യോതിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു രഹസ്യ അജണ്ട അതിന്റെ പേരിൽ തന്നെ കലർത്തുവാൻ ഏകാധിപത്യ ഭരണകൂടം ഒന്നാന്തരമായി ശ്രമിച്ചിരിക്കുന്നത്. PM ശ്രീ എന്ന് പറയുമ്പോൾ PMSHRI, ഇതിന്റെ പൂർണ്ണ രൂപം നമുക്ക് അറിയുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഈ എച്ച് എവിടെ നിന്ന് കടന്നു വന്നു? അവിടെ നാം കാണുന്നുണ്ടല്ലോ ഒരു എച്ച്. ആ ഒരു പേരിന്റെ ഒരു വാക്കിന്റെയും ആദ്യം നാം എച്ച് കാണുന്നില്ല. വളരെ സമർത്ഥമായി തന്നെ എച്ച് ഹിന്ദുത്വയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ദ്യോതിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു രഹസ്യ അജണ്ട അതിന്റെ പേരിൽ തന്നെ കലർത്തുവാൻ ഏകാധിപത്യ ഭരണകൂടം ഒന്നാന്തരമായി ശ്രമിച്ചിരിക്കുന്നത് ആരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും കണ്ടിട്ടില്ല. ഹിന്ദുത്വയുടെ മതാത്മക അജണ്ടയെ, ശാസ്ത്രവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ അജണ്ടയെ നമ്മുടെ സ്കൂളുകളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ നികുതി പണം അവർ പോക്കറ്റടിച്ച് അത് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പണമെടുത്ത് നമ്മളുടെ സ്കൂളുകളെ നമ്മൾ ഇത്രകാലം ആവിർഭവിപ്പിക്കുകയും സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ടുവരികയും കേരളം വിദ്യാഭ്യാസത്തിന്റെ ഇന്ത്യയിലെ തന്നെ നഭോ മണ്ഡലത്തിൽ വിരാജിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് തലത്തിലെ 2 സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്ത് PM ശ്രീ പദ്ധതി കൊണ്ടുവന്ന് അവിടെ നടപ്പിലാക്കുന്നതിന് ഏതാനും തൊട്ടുകൾ, ഏതാനും കോടികൾ നമുക്ക് തരാമെന്ന് പറഞ്ഞതിന്റെ പ്രലോഭനത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ കരാറാക്കുവാൻ, വിൽക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ ഭരണകൂടം ഒളിച്ചു നടത്തിയ ആ കന്മഷ കൃത്യമാണ് ഈ ദിവസങ്ങളിൽ നാം ഇവിടെ തുറന്നു കാട്ടപ്പെട്ടത്. സ്നേഹിതരെ, ഇത്തരത്തിലുള്ള ഏതാനും കോടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എന്തും വിൽക്കുന്നവരെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് മൂല്യം ഉള്ള പല കാര്യങ്ങളുമുണ്ട്, സമൂഹത്തിനും വ്യക്തിക്കും മൂല്യവത്തായ പല കാര്യങ്ങളുമുണ്ട്. അതൊന്നും നമുക്ക് പണത്തിന് തൂക്കി നിൽക്കാനുള്ളതല്ല. കേരളം ഇന്ന് ഇന്ത്യക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മഹത്തായ ഒരു നേതൃത്വവും മാതൃകയുമാകേണ്ട സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ ജനപ്രതിനിധികൾ ആ സംസ്ഥാനത്തിന്റെ അസംബ്ലിയിൽ ചർച്ച ചെയ്യാതെ, അതിന്റെ ഭരണകൂടം ആരോടും ആലോചിക്കാതെ, വിദ്യാഭ്യാസ വിദഗ്ധരെ പോലും കൺസൾട്ട് ചെയ്യാതെ, നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ 2024 മാർച്ച് മാസം ഇവിടുത്തെ സെക്രട്ടറി ഡൽഹിയിൽ പോയി ഇക്കാര്യത്തിൽ ഒപ്പിടുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അവരുടെ ആ ഒരു താല്പര്യം അറിയിക്കുകയുണ്ടായി. ആ താല്പര്യം അറിയിക്കുന്ന അവസരങ്ങളിൽ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതലങ്ങളിൽ ചർച്ച നടന്നിട്ടില്ല. മുന്നണിയുടെ യാതൊരു യോഗങ്ങളിലും ചർച്ച നടന്നിട്ടില്ല. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. ഏറ്റവും രസകരമായ കാര്യം, ഇക്കഴിഞ്ഞ ഈ മാസം തന്നെ ഒക്ടോബർ മാസം 10-ാം തീയതി ഒരു ഡൽഹി സന്ദർശനം നടത്തി തിരിച്ചു വന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനെ പറഞ്ഞുവിട്ട് 16-ാം തീയതി തന്നെ ആരോരും അറിയാതെ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യം ആ ക്യാബിനറ്റിലെ മന്ത്രിമാർ കൂടി അറിയുന്നത് എത്രയോ താമസിച്ചാണ്.